മണ്ഡലമാസം ആരംഭിച്ചതോടെ കാവിലുംപാറ ഭഗവതി ക്ഷേത്രത്തിൽ സ്വാമിമാർക്കുള്ള അന്നദാനവും ആരംഭിച്ചിരിക്കുകയാണ്. തുടർച്ചയായ 10ാം വർഷമാണ് ഈ ക്ഷേത്രത്തിൽ അന്നദാനം നടന്നു വരുന്നത്. അന്നദാന പ്രഭുവേ ശരണം അയ്യപ്പ, ആര്യങ്കാവ് അയ്യനേ ശരണം അയ്യപ്പ. അന്നദാന പ്രഭുവേ ശരണം അയ്യപ്പ, ആര്യങ്കാവ് അയ്യനേ ശരണം അയ്യപ്പ. പൊന്നടിയെ പണിந்து നിன்றോ ശരണം പൊന്നയ്യപ്പ, പൊന്നടിയെ പണിந்து നിன்றോ ശരണം പൊന്നയ്യപ്പ. കണ്ണനിൻ മൈന്ദനേ ശരണം അയ്യപ്പ, ശരണം അയ്യപ്പ, സ്വാമി ശരണം അയ്യപ്പ. കാവിലുംപാറ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുടെയും അയ്യപ്പന്മാരുടെയും നേതൃത്വത്തിൽ മണ്ഡലകാല അന്നദാനത്തിന് തുടക്കമായി. മണ്ഡലകാല വ്രതം നോൽക്കുന്ന അയ്യപ്പന്മാർക്കായി ഒരുക്കുന്ന അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ മുഴുവൻ ഭക്തജനങ്ങൾക്കും പങ്കാളികളാവാം. അമ്പല കമ്മിറ്റിയാണ് പ്രധാനമായും അന്നദാനത്തിൻ്റെ ചിലവ് വഹിക്കുന്നതെങ്കിലും ഭക്തജനങ്ങളുടെ നേർച്ചയായും ഓരോ ദിവസത്തെ അന്നദാനത്തിൻ്റെ ചിലവ് നൽകി വരുന്നുണ്ട്. അരി, പച്ചക്കറികൾ, പായസത്തിനാവശ്യമായ സാധനങ്ങൾ എന്നിവയും ഭക്തജനങ്ങൾ നേർച്ചയായി നൽകി വരുന്നുണ്ട്. ഈ 41 ദിവസത്തെ അന്നദാനത്തിനും ഏകദേശം ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നൊരു പൈസ ഏകദേശം എടുക്കേണ്ടി വരത്തില്ല. അതെല്ലാം ഭക്തജനങ്ങളുടെ സംഭാവനയും മറ്റുള്ള ആൾക്കാരും അങ്ങാടിയിലുള്ള മുഴുവൻ ആൾക്കാരും ജാതി ഭേദ വ്യത്യാസമന്യേ സഹകരിക്കുന്നത് കൊണ്ടാണ് ഈ പരിപാടിയെല്ലാം ഗംഭീര വിജയമാക്കി തീർക്കാൻ സാധിക്കുന്നത്. മുസ്ലിം സമുദായം തരുന്നുണ്ട്, ക്രിസ്ത്യൻ സമുദായം തരുന്നുണ്ട്, ഭക്തജനങ്ങൾ തരുന്നുണ്ട്, എല്ലാ ആൾക്കാരും സഹായിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ആർക്കും ഒരു മടിയുമില്ലാതെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പകൽ 12:30 മുതൽ ടൈം പിന്നെ അത് ഭക്ഷണം തീരുന്നവരെ, അപ്പോൾ അത് പ്രത്യേക ടൈമിന് തീരുന്ന സമയം പറയാനാവില്ല. കഴിഞ്ഞ 9 വർഷക്കാലമായി മണ്ഡലകാലം മുഴുവനായും ഇവിടെ അന്നദാനം നടത്തിവരുന്നു. തൊട്ടിൽപ്പാലം ടൗണിലും പരിസരങ്ങളിലും ജോലി ചെയ്യുന്ന സ്വാമിമാർക്കും വാഹന തൊഴിലാളികളായ സ്വാമിമാർക്കും ഈ അന്നദാനം ഏറെ ഉപകരിക്കുന്നുണ്ട്. ഗുരുസ്വാമി വിളക്ക് കൊളുത്തി ജപിച്ചുകൊണ്ടാണ് 41 ദിവസം നീണ്ടു നിൽക്കുന്ന അന്നദാനത്തിന് തുടക്കമായത്. ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 10 കൊല്ലമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള പുറത്തുള്ള ആൾക്കാരെയും സ്വാമിമാരെയും നല്ല ഇതോടുകൂടിയാണ് ഇവിടെ അന്നദാനം നടക്കുന്നത്. നല്ല പല ആൾക്കാരും പല സാധനങ്ങളുമായിട്ട് ഇവിടെ കൊണ്ടുതരുന്നുണ്ട്. ചേന, ചേമ്പ്, ഇങ്ങനെ കുല, അങ്ങനെ അരി, അങ്ങനെയുള്ള ഉപ്പ്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് നല്ലൊരു വിജയമായിട്ടാണുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പറയാന്ന് വെച്ചാൽ ഈ അമ്പലം വെച്ചാൽ കാവിലുംപാറ ക്ഷേത്രം എന്ന് വെച്ചാൽ കുളിച്ച് കാര്യമല്ല ഏറ്റവും വലിയ തൊഴിലിൻ്റെ ഒരു അമ്പലമാണിത്. സ്വാമിമാർ ഒരു കൊല്ലത്തിൽ 1000, 1500, 1500, 1800 വരെ സ്വാമിമാർ ഇവിടുന്ന് മാലയിട്ടിട്ട് മലക്ക് പോകുന്നുണ്ട്. ഇവിടെ എല്ലാ സൗകര്യവും ഇവിടെ നടക്കുന്നുണ്ട്. കാവിലുംപാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ ഇന്നത്തെ അന്നദാനത്തിൽ പങ്കാളികളായി. സ്വാമിമാർ മാത്രമല്ല, ഈ പ്രദേശത്തെ ജാതിമത ഭേദമന്യേ മുഴുവൻ പേരും ഈ അന്നദാനത്തിൽ പങ്കാളികളാവുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാവിലുംപാറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും RK സുഗുണൻ.